ഹരിശ്രീ ഗണപതായ നമ. നമസ്തേ, ഞാൻ കെ ജയകലേഷ്. നമുക്കിന്ന് ജൂൺ 8 മുതൽ 14 വരെയുള്ള വാരത്തിൻ്റെ സമ്പൂർണ്ണ വാരഫലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളുടെ സമ്പൂർണ്ണ വാരഫലമാണ് പറയുന്നത്. ആദ്യമായി മേടൻ രാശി. അശ്വതി, ഭരണി, കാർത്തിക തുടങ്ങുന്ന മേടൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ് പറയുന്നത്. സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സർക്കാരിലെ എന്തെങ്കിലും അപേക്ഷകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അനുകൂലമായ രീതിയിൽ വരാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം തന്നെയാണ്. എങ്കിലും മനസ്സമാധാനക്കേടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് സന്തതികൾ മുഖേനയുള്ള മനസ്സമാധാനക്കേടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു വാരം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക സ്ഥിതി കുഴപ്പമില്ലാത്ത രീതിയിൽ മെച്ചപ്പെട്ടു പോകുന്ന ഒരു വാരം തന്നെയായിരിക്കും. കർമ്മമേഖലകളിൽ വലിയ പ്രശ്നങ്ങളൊന്നും നേരിടാനുള്ള സാധ്യതകൾ കുറവാണ്. ദാമ്പത്യവും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വാരം തന്നെയാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. വസ്തുക്കളൊക്കെ വാങ്ങുന്നതിന് സഹായകരമായിട്ടുള്ള ഒരു വാരം തന്നെയാണ്. എങ്കിലും വസ്തുക്കളൊക്കെ വിൽക്കാൻ കുറച്ച് പാടുപെടേണ്ടി വരുന്ന ഒരു വാരം കൂടിയായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരികപരമായിട്ടുള്ള ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് കഴുത്തിന് മുകളിലോട്ട് അല്ലെങ്കിൽ പാദത്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പകർച്ചവ്യാധികളൊക്കെ വരാനുള്ള സാധ്യതകളും ഏറെയാണ്. പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ്. പരിഹാരം എന്നോണം ശിവങ്കൽ, ജലധാര, കൂളമാല ഒക്കെ ചാർത്തി പ്രാർത്ഥിച്ചു കൊണ്ടാൽ ഒരു പരിധിവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വാരം തന്നെയായിരിക്കും. അടുത്തത് ഇടവൻ രാശിയാണ്. കാർത്തികയുടെ മുക്കാൽ ഭാഗവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യ 2 പാദങ്ങളും അടങ്ങുന്ന ഇടവൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. സഹോദരങ്ങളുമായിട്ടൊക്കെ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള വാരമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. സാമ്പത്തികപരമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു പോകുന്ന ഒരു വാരം തന്നെയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ നോക്കുന്നവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വാരം തന്നെയായിരിക്കും. ഭാഗ്യ ദേവത കടാക്ഷിക്കാനുള്ള സാധ്യതയുള്ള ഒരു വാരമാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരൊക്കെ ഭാഗ്യക്കുറികളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ഭാഗ്യദേവത കടാക്ഷിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തീർക്കാനും പുതിയ വീടിന്റെ ശിലാസ്ഥാപനത്തിനുള്ള സാധ്യതകളൊക്കെ ഉള്ള വാരം തന്നെയാണ്. പുതിയ ഭൂമി, ഗ്രഹം, വാഹനം എന്നിവയൊക്കെ മേടിക്കാനുള്ള അഡ്വാൻസ് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. മനസ്സമാധാനമുള്ള ഒരു വാരം തന്നെയായിരിക്കും. പ്രത്യേകിച്ച് വിദേശയാത്രകളൊക്കെ പോകാനുള്ള താല്പര്യമൊക്കെ ഉള്ളവർക്ക് വിദേശയാത്രകൾക്ക് അനുകൂലമായിട്ടുള്ള ചില സമയം തന്നെയായിരിക്കും ഈ വാരം എന്ന് പറയുന്നത്. അടുത്തതായി മിഥുനൻ രാശിയാണ്. മകയിരത്തിന്റെ അവസാന 2 പാദങ്ങളും തിരുവാതിരയും പുണറത്തിൽ മുക്കാലും അടങ്ങുന്ന മിഥുനൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ നേടാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരമാണ്. അപ്പം സാമ്പത്തികമായിട്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ട ഒരു വാരമാണ്. സാമ്പത്തികപരമായിട്ട് ഇടനില നിൽക്കുക, സാമ്പത്തികം കടം കൊടുക്കുക, ആരെയും സഹായിക്കുക, അങ്ങനെയൊക്കെയുള്ള സാമ്പത്തികപരമായിട്ടുള്ള ചില പ്രതിസന്ധികളൊക്കെ നേടാനുള്ള സാധ്യതകൾ ഏറെയാണ്. പ്രത്യേകം ശ്രദ്ധിച്ച് സാമ്പത്തികം കൈകാര്യം ചെയ്യേണ്ട ഒരു വാരമാണ്. ബന്ധുക്കളുമായിട്ടൊക്കെ കലഹിക്കാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ വളരെ മിത്രമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ബന്ധുക്കളൊക്കെ കാര്യങ്ങളില്ലാതെ ശത്രുതയൊക്കെ ആവാനുള്ള സാധ്യതകളുള്ള ഒരു വാരമാണ്. ബിസിനസ്സുകാർക്കും IT മേഖലയുള്ളവർക്കൊക്കെ പ്രതിസന്ധികൾ നേടാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുകാരും ഈ ഒരു വാരം പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ്. സന്താനങ്ങൾക്കും മാതാപിതാക്കൾക്കും ദുരിതങ്ങളൊക്കെ കാണുന്ന ചില പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ടവരുമായി കലഹിക്കാനും പ്രണയങ്ങളൊക്കെ വിരഹത്തിലാവാനുമുള്ള സാധ്യതകളുണ്ട്. അപ്പം പ്രണയിനികളും പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണിത്. മുൻകോപവും പിടിവാശിയും കാരണം പല പ്രശ്നങ്ങളൊക്കെ നേടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മുടെ സംസാരം കുറച്ച് നിയന്ത്രിക്കേണ്ട ഒരു വാരം തന്നെയാണ്. മാനസികമായിട്ടുള്ള പല വിഷമതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് മാനസികപരമായിട്ട് എപ്പോഴും സംഘർഷവും വിഷമങ്ങളൊക്കെ നേരിടുന്ന ഒരു വാരം തന്നെയായിരിക്കും നക്ഷത്രക്കാർക്ക്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരം തന്നെയാണ്. പരിഹാരം എന്നോണം വിഷ്ണു ക്ഷേത്ര ലളിതാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക. പൽപായസം, തുളസിമാല, തൃക്കൈവെണ്ണയൊക്കെ ചേർത്തി പ്രാർത്ഥിക്കേണ്ട ഒരു വാരം തന്നെയാണ്. അടുത്തതായി കർക്കിടകൻ രാശിയാണ്. പുണർത്തിന്റെ അവസാന പാദവും പൂയവും ആയില്യം അടങ്ങുന്ന കർക്കിടകൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. ചിലവുകൾ വർദ്ധിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും. പല കാര്യങ്ങൾക്ക് വേണ്ടും സാമ്പത്തികപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരമാണ്. നമ്മുടെ ചിലവുകളൊക്കെ വരവിനനുസരിച്ചുള്ള ചിലവുകളുമായി നിയന്ത്രിച്ചു പോകേണ്ട ഒരു സാഹചര്യമുള്ള വാരമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മ മേഖലകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികളൊക്കെ നേടാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് സെക്ടറിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചില പ്രതിസന്ധികളൊക്കെ നേടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട വാരമാണ്. മാതൃപിതൃ ഗുണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ദമ്പതികൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു റെക്കോർഡ് എന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കേണ്ട ഒരു സാഹചര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് അപമാനിതനാവാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. പ്രത്യേകം ശ്രദ്ധിച്ച് കണ്ടും വേണം സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടാൻ.
അങ്ങനെ സമസ്ത മേഖലകളിലും ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിടാൻ പോകുന്ന ഒരു വാരം തന്നെയായിരിക്കും. എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ആലോചിച്ചും കണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു വാരമാണ്. പരിഹാരം എന്നോണം നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം കഴിക്കുക, തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും. മകം, പൂരം, ഉത്തരക്കാലടങ്ങുന്ന ചിങ്ങൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. ഭാഗ്യ വാരം തന്നെയാണ് ഈ രാശിക്കാർക്ക്. ഐശ്വര്യവും സമ്പത്തും സൽകീർത്തിയും മനസ്സുഖവും ഒക്കെ ഉള്ള ഒരു വാരം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. നമ്മൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ചിരുന്ന ട്രാൻസ്ഫറുകളൊക്കെ യാഥാർത്ഥ്യമാകുന്ന ഒരു വാരമായിരിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതി ഉപേക്ഷിച്ച ധനങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ ഏറെയാണ്. കർമ്മ മേഖലകളിലും വളരെ മികച്ച വാരം തന്നെയായിരിക്കും. പ്രണയ സാഫല്യങ്ങൾ ഉണ്ടാകുന്നു, കുടുംബാന്തരീക്ഷം മെച്ചപ്പെടുന്നു. അങ്ങനെ സമസ്ത മേഖലകളിലും വളരെ നല്ല വാരം തന്നെയായിരിക്കും. എങ്കിലും ഈ നക്ഷത്രക്കാർ ഉദരസംബന്ധമായ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഫുഡ് പോയ്സണോ പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു വാരം തന്നെയാണ്. ഉത്തരം, മുക്കാല്, അത്തം, ചിത്രയുടെ ആദ്യ 2 പാദങ്ങളടങ്ങുന്ന കന്നി രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. അപ്രതീക്ഷിതമായ ചില തൊഴിൽ സമ്പന്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. തൊഴിൽ മേഖലകളെ എല്ലാവരുടെയും കർമ്മ മേഖല പ്രത്യേകം ശ്രദ്ധിച്ചു പോകേണ്ട ഒരു വാരമാണ്. മേലുദ്യോഗസ്ഥരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അതുമൂലം തന്മൂലം ചില പ്രതിസന്ധികളൊക്കെ നമ്മുടെ കർമ്മ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം നമ്മുടെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. കുടുംബത്തിൽ അന്തരീക്ഷം അത്ര നല്ലതല്ല. കുടുംബത്തിൽ എല്ലാവരും ദമ്പതികൾ തമ്മിലായാലും മാതാപിതാക്കൾ തമ്മിലായാലും സന്തതിപരമായിട്ടും എല്ലാം കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. ആ ഒരു കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രണയ വിരഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പ്രണയിനികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാരം തന്നെയാണ്. സാമ്പത്തികപരമായിട്ട് പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തിക ഇടനില നിന്ന് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായി പോലീസ് കേസുകൾ വരെയൊക്കെ ആവാൻ സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തികപരമായിട്ട് ഇടനില നിൽക്കരുത് ഒരു കാരണവശാലും ഈ ഒരു വാരം. നമ്മുടെ സംസാരം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകളൊക്കെ ദുർവ്യാഖ്യാനിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് കലാകായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ വാക്കുകളൊക്കെ ദുർവ്യാഖ്യാനിക്കുകയും തന്മൂലം അപമാനിതനൊക്കെ ആവാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം നമ്മുടെ സംസാരം നിയന്ത്രിച്ച് വേണം നമ്മുടെ ഓരോ വാക്കും ഉപയോഗിക്കാൻ. IT മേഖലയിലുള്ളവരാണെങ്കിലും തൊഴിൽ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന പോലെ അക്കരപ്പച്ച കണ്ട് പോകാതെ ഇരിക്കേണ്ട ഒരു വാരം തന്നെയാണ്. കാരണം നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ വർക്ക് അവരുടെ ഉദ്യോഗത്തിൽ കർമ്മ മേഖലകളിൽ ജോലിഭാരം കൂടാനുള്ള സാധ്യതകളുണ്ട്. പരിഹാരം എന്നോണം ശാസ്താവിന് നീരാഞ്ജനം, എള്ളുപായസങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ്. ചിത്രയുടെ അവസാന 2 പാദങ്ങളും ചോദ്യം, വിശാഖത്തിൽ മുക്കാലോടങ്ങുന്ന തുലാൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ് പറയുന്നത്. ഐശ്വര്യങ്ങളും സൽകീർത്തികളും സന്തോഷങ്ങളും നിറഞ്ഞ വാരം തന്നെയാണ് ഈ നക്ഷത്രക്കാർ. കലാകായിക മേഖലയിലുള്ളവർക്ക് വളരെ നല്ല വാരം തന്നെയാണ്. അവരുടെ കാത്ത് എന്തെങ്കിലുമൊക്കെ സർപ്രൈസുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ്. ബിസിനസ് മെച്ചപ്പെടും. കച്ചവടക്കാർക്ക് നല്ലതാണ്. IT മേഖലയിലുള്ളവർക്ക് നല്ലതാണ്. സമസ്ത കർമ്മ മേഖലകളിലും ഗുണകരമായിട്ടുള്ള വാരം തന്നെയായിരിക്കും. മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. മുടങ്ങിക്കിടന്നിരുന്ന വിവാഹ ആലോചനകളൊക്കെ വിവാഹത്തെത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളുള്ള വാരം തന്നെയാണ്. പ്രണയ സാഫല്യങ്ങൾ ഉണ്ടാകും. വിനോദ യാത്രകൾ പോകാനുള്ള സാധ്യതകളുണ്ട്. കുടുംബസമേതമോ സുഹൃത്തുക്കളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ വിനോദയാത്രകളൊക്കെ പോകാനുള്ള സാധ്യതകളുള്ള വാരം തന്നെയാണ്. കാര്യപ്രാപ്തികളും കാര്യവിജയങ്ങളും ഒക്കെ ഉണ്ടാകുന്ന വാരം തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് അംഗീകാരം കിട്ടുന്ന ഒരു വാരം കൂടിയായിരിക്കും. ബന്ധു സമാഗമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ ശാരീരികപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിരുന്നവർക്ക് ഒരു ശാരീരികത്തിന് ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി കുറച്ച് സുഖങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുള്ള വാരം തന്നെയാണ്. സമസ്ത മേഖലകളിലും ഗുണകരമായിട്ടുള്ള വാരം തന്നെയാണ്. വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. ആരോഗ്യം അത്ര തൃപ്തികരമല്ലാത്ത ഒരു വാരമാണ്. രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് പകർച്ചവ്യാധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ധനപരമായിട്ടുള്ള ചെലവുകൾ കൂടും. പ്രത്യേകം ശ്രദ്ധിക്കണം. പിതാവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങളുമായി സഹോദരങ്ങളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ആരോപണങ്ങൾക്കൊക്കെ വിധേയരാകാനുള്ള സാധ്യതകളുണ്ട്. മനക്ലേശങ്ങളും മാനസികപരം വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള വാരമാണ്. പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ്. നമ്മുടെ കെട്ടിട നിർമ്മാണങ്ങളൊക്കെ ഒന്ന് കുറച്ച് നിർത്തിവെക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. കർമ്മ മേഖലകളിലൊക്കെ എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ നേരിടുക, സസ്പെൻഷനൊക്കെ നേരിടുക, അങ്ങനെയൊക്കെയുള്ള ചില പ്രതിസന്ധികളൊക്കെ നേടാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം. കർമ്മ മേഖലകളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരം തന്നെയാണ്. സമസ്ത മേഖലകളിലും ഒന്നുകൂടി ആലോചിച്ചും കണ്ടും മുന്നോട്ട് പോകേണ്ട വാരം തന്നെയാണ്.
പരിഹാരം എന്നോണം ശിവങ്കൽ കൂവളമാല ജലധാര, വിഷ്ണുവെങ്കൽ പാൽപായസം, തുളസിമാല ഒക്കെ ചാർത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ പാദം അടങ്ങുന്ന ധനു രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. കുടുംബത്തിൽ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വാരം തന്നെയായിരിക്കും. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകും. കിട്ടാനുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതകളുണ്ട്. എങ്കിലും മാതാവിന് സുഖക്കുറവിന് സാധ്യതകളുണ്ട്. ശ്രദ്ധിക്കണം. മാതാവിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശത്രു മനോഭാവമായിട്ട് നിന്നിരുന്നാലൊക്കെ മിത്രമാവാനുള്ള സാധ്യതകളുണ്ട്. ശത്രുക്കളിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്ന ഒരു വാരം തന്നെയായിരിക്കും. പഴയ സുഹൃത്തുക്കളുമായി കാണുവാനും സംസാരിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. റീയൂണിയൻ പോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ പഴയ സുഹൃത്തുക്കളെ കാണാനും സൗഹൃദം പുതുക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം തന്നെയാണ്. പുണ്യ സ്ഥലങ്ങളിൽ സന്ദർശിക്കും. കുടുംബസമേതം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരമുണ്ടാകും. ബിസിനസ്സുകൾ ഉയരാൻ സാധ്യതയുണ്ട്. സാമ്പത്തികം നല്ല രീതിയിൽ മെച്ചപ്പെടാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരം തന്നെയാണ്. അങ്ങനെ പൊതുവെ എല്ലാ മേഖലകളിലും നല്ല ഒരു വാരം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക്. ഉത്രാടം, മുക്കാലും, തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ 2 പാദങ്ങളും അടങ്ങുന്ന മകരൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. അത്ര കണ്ട് നല്ലതല്ല ഈ രാശിക്കാർക്ക് ഈ വാരം. സാമ്പത്തികപരമായിട്ട് ചില പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു വാരം തന്നെയായിരിക്കും. കുടുംബത്തിലെ അന്തരീക്ഷമാണെങ്കിലും അത്ര നല്ലതായി മുന്നോട്ട് പോകണമെന്നില്ല. ദമ്പതികൾ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നു. സന്തതികളായിട്ടാണെങ്കിലും മാതാപിതാക്കളുമായിട്ടായാലും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു. കലഹങ്ങൾ മൂലം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ട്. പ്രത്യേകം നമ്മുടെ വാക്കുകൾ പ്രത്യേകിച്ച് നിയന്ത്രിക്കേണ്ട ഒരു വാരം തന്നെയായിരിക്കും. നമ്മുടെ വാശിയും കോപമൊക്കെ കുറയ്ക്കേണ്ട ഒരു വാരം തന്നെയാണ്. ഷോർട്ട് ടെമ്പേർഡൊക്കെ ഉള്ളവർ കുറച്ച് വാശിയും കോപമൊക്കെ കുറച്ച് പോകേണ്ട ഒരു വാരം തന്നെയാണ്. കർമ്മ മേഖലകളിലും സ്തംഭനങ്ങൾ കാണുന്നുണ്ട്. ശ്രദ്ധിക്കണം. ചില പ്രതിസന്ധികളൊക്കെ നേരിടാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നേടാൻ സാധ്യതകളുണ്ട്. പ്രത്യേകം ശ്രദ്ധിച്ച് കർമ്മ മേഖലകളിൽ നിൽക്കേണ്ട ഒരു വാരം തന്നെയായിരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് വേണ്ടവിധ അംഗീകാരം ലഭിക്കാത്തതിനാൽ ചില മാനസിക വിഷമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. നമ്മളേറെ പ്രതീക്ഷിച്ചിരുന്ന ട്രാൻസ്ഫറുകളൊക്കെ മാറ്റിവെക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രതീക്ഷിച്ചിരുന്ന ലോണുകൾ, ചിട്ടികൾ ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ സമസ്ത മേഖലകളിലും അത്ര ഗുണകരമല്ലാത്ത ഒരു വാരം തന്നെയായിരിക്കും. ഒരു പരിധിവരെ ഗുണകരമാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ഈശ്വര അനുഗ്രഹം നേടേണ്ട അത്യാവശ്യമാണ്. പരിഹാരം എന്നോണം ശിവങ്കൽ ജലധാര, കൂവളമാല, ദേവീക്ഷേത്രത്തിൽ കടുംപായസ അർച്ചനകളൊക്കെ ചെയ്ത് ഒരു പരിധിവരെ മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ്. അവിട്ടത്തിൻ്റെ അവസാന 2 പാദങ്ങളും ചതയും പോരുട്ടാതി മുക്കാലും അടങ്ങുന്ന കുംഭൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ്. സാമ്പത്തികപരമായിട്ട് വളരെ മെച്ചപ്പെടുന്ന ഒരു വാരം തന്നെയായിരിക്കും. ഏറെ ഗുണകരമായിട്ടുള്ള വാരം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക്. എങ്കിലും 7.5 ശനിയുടെ അവസാന കാലഘട്ടമായതിനാൽ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ആലോചിച്ചും കണ്ട് മുന്നോട്ട് പോകേണ്ട വാരം തന്നെയാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതകളുണ്ട്. കുടുംബസമേതം പങ്കെടുക്കാനുള്ള സാധ്യതകളുണ്ട്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. നമ്മുടെ ലോണുകൾ, ചിട്ടികളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികപരമായിട്ട് ഒരുപാട് മുന്നേറാനും അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കാനും സാധിക്കുന്നു. ഉദ്ദിഷ്ട കാര്യസിദ്ധിയൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അംഗീകാരങ്ങളും ആദരവുകളും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതകൾ ഏറെയാണ്. വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് പ്രണയങ്ങളൊക്കെ വിവാഹത്തിലൊക്കെ എത്തിച്ചേരാനുള്ള, ഒത്തുതീർപ്പിലൊക്കെ എത്തിച്ചേരാനുള്ള സാധ്യതകൾ ഏറെയുള്ള ഒരു വാരം തന്നെയായിരിക്കും. അതുകൊണ്ട് സധൈര്യം പ്രണയിനികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രണയങ്ങളൊക്കെ വീട്ടിൽ പറയാൻ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വാരം തന്നെയായിരിക്കും. കുടുംബത്തിൽ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വാരം തന്നെയായിരിക്കും. എല്ലാ മേഖലകളിലും ഒരു ഗുണകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന വാരം തന്നെയായിരിക്കും. പൂരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ് പറയുന്നത്. സാമ്പത്തികപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരം തന്നെയായിരിക്കും. ഒരു കാരണവശാലും സാമ്പത്തികപരമായിട്ട് ഇടനില നിൽക്കരുത്. നമുക്കറിയാം 7.5 ശനിയും ജന്മശനിയും ഒക്കെ ഉള്ള ഒരു വാരം കൂടിയാണ്. അതുകൊണ്ട് ശനി പൊതുവെ മന്ദനും അലസനുമായതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും പൊതുവെ മന്ദതയും അലസതയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യവിഘ്നങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങുന്നു അതിന് ഫലമില്ലാതെ വരിക, ശിലാമന്ദതകൾ, അലസതകളൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ കലഹങ്ങൾ, മാതാപിതാക്കളുമായിട്ട് കലഹങ്ങൾ, സന്തതിപരമായിട്ട് കലഹങ്ങൾ, അങ്ങനെ പൊതുവെ കുടുംബത്തിൽ അത്ര നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ്. നമ്മുടെ വാക്കുകളായാലും നമ്മുടെ വാശിയും കോപമൊക്കെ കുറയ്ക്കേണ്ട ഒരു വാരമാണ്. നമ്മുടെ ഏത് കാര്യങ്ങൾ തീരുമാനമെടുത്താലും ഒന്നുകൂടി ആലോചിച്ചും കണ്ടും 2 തവണ മനസ്സിൽ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കേണ്ട ഒരു വാരം തന്നെയായിരിക്കും. ബന്ധുക്കൾ പോലും ശത്രുക്കളാകേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. സുഹൃത്തുക്കളുമായി ചില കാരണങ്ങളില്ലാതെ എന്തെങ്കിലും കാരണങ്ങൾ പിണങ്ങേണ്ടി വരും. പ്രണയിനികളുമായിട്ടാണെങ്കിലും പല കാരണങ്ങളാൽ പിണങ്ങേണ്ടി വരുന്ന ഒരു
സാഹചര്യം ഉണ്ടാകുന്ന വാരം തന്നെയായിരിക്കും. ഏജൻസി വഴിയൊക്കെയുള്ള വിദേശ യാത്രകളോ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്താണെങ്കിലും ഉപരിപഠനത്തിന് വേണ്ടി വിദ്യാർത്ഥികളാണെങ്കിലും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരം തന്നെയായിരിക്കും. പരിഹാരം എന്നോണം ശിവങ്കൽ ജലധാര, കൂവളമാല, അതുപോലെ തന്നെ നമുക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല, തൃക്കൈ വെണ്ണയൊക്കെ നൽകി ഒരു പരിധി വരെ മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയായിരിക്കും.